ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കോണ്ടിബ എ ഹീറോ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കോണ്ടിബ എന്ന് പറയുന്നത് ഒരു അന്ധനായ വ്യക്തിയാണ്. ആളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം പറയുന്നതാണ് ഈ കോണ്ടിബ എ ഹീറോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. അപ്പോൾ കോണ്ടിബ ജനിക്കുന്നത് അരുൺഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അയാൾക്ക് 8 വയസ്സുള്ള സമയത്ത് സ്മോൾ പോക്സ് വന്നിട്ട് ബ്ലൈൻഡായി പോവാണ് ചെയ്യുന്നത്. ആളൊരു ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഭിക്ഷാടനം ഭയങ്കര വെറുപ്പായിരുന്നു. ബ്ലൈൻഡായിട്ടുള്ള വ്യക്തികൾക്ക് ജോലി സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഭിക്ഷാടനത്തിലോട്ടായിരിക്കും മെജോറിറ്റി ആളുകളും തിരിയുക. അപ്പോൾ അതുപോലെ തന്നെ കോണ്ടിബക്കും ഭിക്ഷാടനത്തിലോട്ട് തിരിയാനായിരുന്നു വഴി. പക്ഷേ അയാൾക്ക് ഭിക്ഷാടനം എന്ന് പറയുന്നത് വളരെ വെറുപ്പുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ 1972-73 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലുണ്ടായ വലിയൊരു ക്ഷാമം കാരണം കോണ്ടിബക്ക് ആ ഒരു നാട് വിട്ട് മുംബൈയിലേക്ക് പോവേണ്ടതായിട്ട് വന്നു. ജോലി തേടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് മുംബൈയിലോട്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവിടെ നിന്ന് സ്ഥലം മാറി മുംബൈയിലോട്ട് പോയ അയാൾ പിന്നീട് ജീവിച്ചത് ഒരു ചേരിയിലാണ്. മറ്റ് ഒരുപാട് കുടുംബത്തോടൊപ്പം ഒരു വലിയ ചേരിയിലാണ് ജീവിച്ചത്. ആദ്യമൊക്കെ ആളൊരു ചൂല് വിൽക്കുന്ന പണിയാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിലും കോണ്ടിബക്ക് അതിൽ വിജയിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് മുംബൈയിൽ അന്ധരായിട്ടുള്ള ആളുകൾക്ക് ഭിക്ഷാടനം ചെയ്യുന്നതാണ് കൂടുതൽ അവസരങ്ങളുള്ളതെന്ന് കോണ്ടിബ മനസ്സിലാക്കുകയും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് തീരെയും താല്പര്യമില്ലാത്ത ആ ഒരു ജീവിതമാർഗം ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. 25 വയസ്സുകാരനായ കോണ്ടിബക്ക് ഇപ്പോൾ ഭിക്ഷാടനമാണ് ജോലിയായിട്ടുള്ളത്. ഇഷ്ടമില്ലാത്ത ജോലിയായിട്ട് പോലും അത് ചെയ്യേണ്ടതായിട്ട് വരാണ്. ഗാഡ് കോപ്പർ എന്നാണ് അപ്പോൾ ഇപ്പോൾ ഇയാൾ ജോലി ചെയ്യുന്നത്. അതായത് ഭിക്ഷാടനം ചെയ്ത് വരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗാഡ് കോപ്പറാണ്. അപ്പോൾ ഗാഡ് കോപ്പറിലെ കോളനിയിൽ അയാൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് വലിയ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു കിണറുണ്ട്. ആ ഒരു കിണറിൻ്റെ ചുറ്റുമുള്ള കോളനി നിവാസികൾക്ക് ആയിരുന്നു ആ ഒരു കിണർ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ആ കിണർ അതിലത്തെ വെള്ളം മലിനമായി തുടങ്ങുക, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെ ആ ഒരു കിണർ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ, തുറസായി കിടക്കുന്ന ഒരു കിണറായതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുമതിലുകൾ ഒക്കെ തന്നെ ആ ഒരു കിണറിൽ ഇടിഞ്ഞ് വീഴുകയും നിറയെ പാറകളും ചെളിയും അങ്ങനത്തെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ള ഒരു കിണറായിട്ട് അത് മാറുകയും ആ ഒരു കിണർ അവിടെയുള്ള ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അത്രയും അഴുക്കുള്ള ഒരു സംഭവമായിട്ട് മാറാണ്. അപ്പോൾ ഈ അപകടാവസ്ഥയിലായിട്ടുള്ള ഈ ഒരു കിണർ നന്നാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യം. അപ്പോൾ ഒരു ദിവസം ഈ കോണ്ടിബ ഭിക്ഷാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിണറിൻ്റെ ഭാഗത്ത് നിന്ന് ആരോ കിണറിൽ വീണെന്ന് സ്ത്രീകൾ, അവിടെയുള്ള കുറേ സ്ത്രീകൾ ഉറക്കെ നിലവിളിച്ച് കരയുന്നുണ്ട്. അപ്പോൾ കോണ്ടിബ ഇത് ശ്രദ്ധയിൽ പെട്ടു. അങ്ങനെ കോണ്ടിബ ധൃതിയിൽ തന്നെ ഫുഡ് കഴിക്കലൊക്കെ അവസാനിപ്പിച്ചിട്ട് കിണറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവിടെ എത്തിയപ്പോൾ കോണ്ടിബക്ക് മനസ്സിലാവുകയാണ് കിണറിൻ്റെ ഉള്ളിലോട്ട് ഒരു ആൾ വീണിട്ടുണ്ട്. അപ്പോൾ കോണ്ടിബ കയറി രക്ഷിക്കണമെന്നാണ്. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ വേഗം തന്നെ ഊരി മാറ്റി വെച്ച് കിണറ്റിലോട്ട് എടുത്ത് ചാടി. അരവിന്ദ് എന്ന് പറയുന്ന കോളനിയിലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവാണ് കിണറിൽ തെന്നി വീണിട്ടുള്ളത്. കാരണം അതൊരു തുറസായി എടുക്കുന്ന ഒരു കിണറായതുകൊണ്ട് തന്നെ. അങ്ങനെ എങ്ങനെയാണിപ്പോൾ ഈ ഒരു കോണ്ടിബക്ക് അതിലോട്ട് ചാടാനുള്ള കോൺഫിഡൻസ് എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, 8ാം വയസ്സിലെ ഒരു സ്മോൾ പോക്സ്, ഒരു വസൂരി വന്നതിൽ പിന്നെയാണ് ഇയാൾ അന്ധനായി മാറിയത്. അപ്പോൾ 8 വയസ്സ് വരെയും ഇയാൾ നന്നായിട്ട് നീന്തുന്ന ഒരാളായിരുന്നു. നന്നായി നീന്തൽ അറിയുന്ന ഒരു കുട്ടിയായിരുന്നു കോണ്ടിബ ചെറുപ്പകാലത്തൊക്കെ. പക്ഷേ പിന്നീടാണ് ഇയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അപകടം പറ്റിയപ്പോൾ എല്ലാ കോൺഫിഡൻസോട് കൂടിയിട്ടും കിണറ്റിലോട്ട് എടുത്ത് ചാടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതായിരുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് കോണ്ടിബക്ക് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. നീന്തലറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിണറ്റിൻ്റെ ഉള്ളിൽ പോയ ആളെ കണ്ടെത്താനുള്ള കാഴ്ച ഇയാൾക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് അരവിന്ദിൻ്റെ ബെൽറ്റ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അത് പിടിച്ചുയർത്തി
കൊണ്ടുവരാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഈ പരിശ്രമത്തിൽ ഒരുപാട് തവണ അയാൾ അരവിന്ദിനെ കൂട്ടാതെ, അതായത് അരവിന്ദിനെ കയ്യിൽ കിട്ടാതെ മുകളിലോട്ട് കയറി വന്ന് ശ്വാസം എടുത്ത് പിന്നെയും താഴെ പോയി അരവിന്ദനെ വേണ്ടി തപ്പി പിന്നെയും കയറി വന്ന് അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് അവസാനം അരവിന്ദനെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ അവനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി തൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിരുന്ന് നോർമൽ, അയാൾക്കൊന്നും സംഭവിക്കാത്ത പോലെ അയാൾ ആ ഫുഡ് കഴിച്ചു തീർത്തു. അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ അയാളുടെ ആ ഒരു ധീരമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി ആളുകളൊക്കെ അറിയുകയും ഈവൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അയാളുടെ ഈ ഒരു വാർത്ത മൊത്തത്തിൽ വൈറലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാർത്തയും മൊത്തം എല്ലാ കാര്യങ്ങളും ഇയാളെപ്പറ്റി ആയതുകൊണ്ട് എല്ലാവരും ഇയാളെ പ്രശംസിച്ചുകൊണ്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇയാളുടെ ധീരതയെ അഭിനന്ദിക്കുകയും ഒരുപാട് പൈസ പാരിതോഷികമായി സമ്മാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് കരകൗശല വിദ്യകൾ അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ്സുകൾ ഒരുപാട് ഇയാളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. അതായത് ഈ നെയ്ത്ത്, കസേര, സീറ്റ് നിർമ്മാണം, ചവിട്ടി നിർമ്മാണം, ബോട്ട്ലിങ്, അങ്ങനെ കുറേ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആയിട്ടുള്ള സ്കില്ലുകൾ ഇയാളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ചെയ്തു കൊടുത്തു. ശേഷം കോണ്ടിബ തൻ്റെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയും സ്കില്ലുകളൊക്കെ കൈക്കലാക്കിയിട്ട് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി. തൻ്റെ ഗ്രാമവാസിയായിട്ടുള്ളൊരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവിടെ തന്നെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോണ്ടിബയുടെ ലൈഫിലുണ്ടായ ആ ഒരു ദൃഢത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചു. ഭിക്ഷാടനം വളരെയധികം വെറുത്തിരുന്ന കോണ്ടിബക്ക് പിന്നീട് ഒരിക്കലും ഭിക്ഷാടനം എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ട് തിരിച്ചു പോവേണ്ടതായിട്ടേ വന്നിട്ടില്ല. ദ ബെഗർ ഹു ഹെയ്റ്റഡ് ബെഗ്ഗിങ്, ഭിക്ഷാടനം വെറുത്തിരുന്നൊരു ഭിക്ഷാടകൻ പിന്നീട് ഒരിക്കലും തന്നെ ഭിക്ഷ യാചിക്കേണ്ടതായിട്ട് വന്നില്ല. അത് അയാളുടെ ആ ഒരൊറ്റ ദിവസത്തെ വളരെ ധീരമായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയുടെ ബേസിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു സ്റ്റോറിയാണ് ഈ കോണ്ടിബ എ ഹീറോ. ഒരു സാധാരണ വ്യക്തിയായിരുന്ന, ഒരു സാധാരണ ബെഗ്ഗറായിട്ട് ഇരുന്നിരുന്ന ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഹീറോ ആയി മാറി എന്നുള്ളൊരു സ്റ്റോറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ കോണ്ടിബ എ ഹീറോ എന്ന് പറയുന്നുള്ള ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.